മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു ചില്ലിക്കാശ് തരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഘട്ടമായെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേരളം കണക്ക് തയ്യാറാക്കിയത്. ആ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളടക്കം മാതൃകയായി എടുക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി. എന്നിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത്. ഒരു ചില്ലിക്കാശ് കേരളത്തിന് തരുന്നില്ല. എന്താണിത്? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനാവില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല കോൺഗ്രസിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. തെമ്മാടികളെയും സാമൂഹ്യദ്രോഹികളെയും കോൺഗ്രസ് പോറ്റി വളർത്തി, കമ്മ്യൂണിസ്റ്റുകളെ കരുതിക്കൂട്ടി ആക്രമിച്ചു. ഈ മാനസികാവസ്ഥയിൽ നിന്ന് കോൺഗ്രസുകാർക്ക് മാറ്റം വന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു. യഥാർത്ഥ ഒരു തെമ്മാടിക്കൂട്ടം, അതായിരുന്നു അവസ്ഥ. യഥാർത്ഥത്തിൽ അവർ സാമൂഹ്യ വിരുദ്ധരായിരുന്നു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വാർത്താമഴയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ഏത് ചടങ്ങിലാണ് ഈ രീതിയിലുള്ള പ്രസംഗം നടത്തിയത്? അതിൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം, മറ്റൊന്ന് കോൺഗ്രസിനെയും വെറുതെ വിടുന്നില്ല, കോൺഗ്രസിനുമുണ്ട് വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും. വിവരങ്ങൾ. പ്രജിന് ഇന്ന് 4 പരിപാടികളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കാസർഗോഡ് ജില്ലയിലുണ്ടായിരുന്നത്. ഇതിൽ 2 ഔദ്യോഗിക പരിപാടികളായിരുന്നു. മറ്റ് 2 പാർട്ടി പരിപാടികൾ. അതായത് കാറ്റാടിയിലുള്ള AKG മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ചീമേനിയിലുള്ള രക്തസാക്ഷി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായിരുന്നു. ഇതിൽ ചീമേനിയിൽ വെച്ചാണിപ്പോൾ മുഖ്യമന്ത്രി വലിയ തോതിലുള്ളൊരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അതിൽ പുനരധിവാസ പാക്കേജ് ഫണ്ട് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാരുടെ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കള്ളമാണ് പറഞ്ഞത്. കൃത്യമായ മറുപടിയല്ല നൽകിയത്. കേരളം മാനദണ്ഡങ്ങൾ അനുസരിച്ച് കണക്ക് തയ്യാറാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അതുമാത്രമല്ല, പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ നിവേദനം നൽകി. ഇത് പ്രധാനമന്ത്രി മറക്കാതിരിക്കാൻ ഡൽഹിയിലെത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിവേദനം നൽകി. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ BJP സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായ സമയത്ത് സഹായങ്ങൾ വേഗത്തിൽ നൽകുന്നു, എന്തേ കേരളത്തിന് മാത്രം ഭ്രഷ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ചീമേനിയിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് ചോദിച്ചത്. നാട് തുലയട്ടെ എന്ന സമീപനമാണ് BJP സർക്കാരിന്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കേരളത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ഏകോപിതമായ ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. ഇത് സഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ചീമേനിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. അത് 1945 മുതലുള്ള ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ചീമേനി രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിൽ കോൺഗ്രസിന് വലിയ ഒരു പങ്കുണ്ട്. തെമ്മാടികളെയും സമൂഹദ്രോഹികളെയും പോറ്റി വളർത്തുന്നതിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചു. അവരെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കരുതിക്കൂട്ടി ആക്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കോൺഗ്രസുകാർ ഇപ്പോഴും മോചിതരായിട്ടില്ല. ശരിയാണ്. അപ്പോൾ ചീമയിൽ നടന്ന ചടങ്ങിലാണ് ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള വിമർശനം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഒരുപക്ഷെ ചീമയുടെ പശ്ചാത്തലമൊക്കെ ചരിത്രമൊക്കെ നോക്കിയായിരിക്കാം കോൺഗ്രസിനെ വിമർശിച്ചതെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് മുഖ്യമന്ത്രി. ഒപ്പം നേരത്തെയുള്ള ആരോപണങ്ങൾ അത് അതേപടി ആവർത്തിക്കുന്നുമുണ്ട്. കേരളത്തെ പരിഗണിക്കുന്നില്ല കേന്ദ്രം മനഃപൂർവ്വം എന്നാണ് മുഖ്യമന്ത്രി ഇന്നും കാസർഗോഡ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്.